ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടുക്കളയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് അല്ലെങ്കിൽ ഒരു ഇലയാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. പച്ചക്കറി എന്ന് പറയാൻ പറ്റൂല, കാരണം എല്ലാ കറികളിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലവർഗ്ഗം എന്ന് വേണമെങ്കിൽ പറയാം. കറികൾക്ക് രുചിയും സുഗന്ധവും നൽകുന്ന കറിവേപ്പില ആഹാരാവശ്യത്തിനും ഔഷധാവശ്യത്തിനും ഉപയോഗിക്കാം. എന്നാൽ അത്ര നിസ്സാരപ്പെട്ട ഒന്നായി തള്ളിക്കളയാൻ വരട്ടെ. ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം ഇതേറെ നല്ലതാണ്. കറിവേപ്പില അങ്ങനെ എല്ലാ വീടുകളിലൊന്നും നന്നായി കായ്ക്കുന്നത് കാണാൻ കഴിയില്ല. ചിലപ്പോൾ മണ്ണ്, വളപ്രയോഗം, നമ്മൾ പരിചരിക്കുന്ന രീതി ഇവ കൊണ്ടാകാം അത്ര കായ്ക്കാത്തത്. കറിവേപ്പില തഴച്ചു വളർന്നതിന് ശേഷം തണ്ടോടെ ഒടിച്ച് വേണം എടുക്കാൻ. എന്നാൽ മാത്രമാണ് വീണ്ടും പൊട്ടിക്കിളിർത്ത് വരുന്നത്. ചിലർ പറയുന്നു തങ്ങളുടെ വീടുകളിൽ മാത്രം കറിവേപ്പില വളരുന്നില്ല എന്ന്. അതിനുള്ള ഒരു പ്രതിവിധിയാണ് വിനാഗിരിയും കഞ്ഞിവെള്ളവുമാണ് പ്രധാന ചേരുവകൾ. വിനാഗിരി കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലേക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പില നന്നായിട്ട് നന്നായിട്ട് തളിർത്ത് വരും. മരത്തിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കണം. കറിവേപ്പിലയുടെ ഇലകൾ മാത്രമായി നുള്ളിയെടുക്കാതിരിക്കുക. കറിവേപ്പില നമുക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടുക്കളയിലത്തെ ഒരു ഇലയായി മാറിയിരിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ ടെറസിലേത്ത ഒരു കറിവേപ്പിലയാണ്. നമുക്ക് കറിവേപ്പില എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും വളർത്താം. പക്ഷേ അത് പരിചരിക്കുന്ന രീതിയിൽ കുറച്ചും കൂടെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഏതു മണ്ണിലും നല്ല തളിർത്ത് വരുന്ന കറിവേപ്പിലയെ നമുക്ക് കാണാൻ സാധിക്കും. പലരും പറയാറുണ്ട് നമ്മുടെ വീടുകളിൽ മാത്രം കറിവേപ്പില വളരുന്നില്ല, എന്തോ എൻ്റെ കൈയുടെ ഗുണമാണ്, അതുകൊണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കറിവേപ്പില തളിർക്കാറില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ പല കാലാവസ്ഥകളിലും, അതായത് തണുപ്പ് കാലാവസ്ഥയിൽ വളരുന്ന പല ഫലവൃക്ഷങ്ങളും നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയിലും വളരുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന പരിചരണം ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന പരിചരണം നല്ലതാണെങ്കിൽ ഏത് സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട് മനുഷ്യന്മാർ, അത് ഏത് ഭൂഖണ്ഡത്തിലായാലും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കറിവേപ്പിലയുടെ കാര്യവും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എൻ്റെ ടെറസിൽ ഇതുപോലെ കറിവേപ്പില വളരില്ല എന്ന്. പക്ഷേ ആദ്യം എനിക്ക് പറ്റിപ്പോയ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ കറിവേപ്പില നന്നായിട്ട് അങ്ങ് തളിർത്ത് വളരാൻ തുടങ്ങി. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒടിച്ചെടുക്കുന്ന സമയത്ത് പലർക്കും അറിയില്ല, നമ്മളിങ്ങനെ ഊരിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് വീണ്ടും കിളിർക്കാനുള്ള ആ ഒരു സ്പേസാണ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഓരോരോ തണ്ടുകളായിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കണം. അല്ലെങ്കിൽ നല്ല മുഴുത്ത്, അതായത് വളർന്നു വന്നിട്ടുള്ള ഇലകളൊക്കെ ആണെങ്കിൽ അത് തണ്ടോടെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ സൈഡുകളിലുള്ള അതിൻ്റെ വളരാനുള്ള സുഷിരങ്ങളൊക്കെ നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുമൂലം നമ്മുടെ കറിവേപ്പില നന്നായിട്ട് കിളിർത്ത് വരും. പിന്നെ ഇതിന് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നടുന്ന സമയത്ത് കുറച്ച് ചകിരിയുടെ, ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, ഞാൻ കുറച്ച് ചകിരി നാരുകൾ അടിയിൽ പാകിയിട്ട് അതിന് മുകളിൽ മണ്ണിട്ടിട്ട് അതിനോട് നടുവിലായിട്ട് ഒരു കുഴി കുഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ കറിവേപ്പില അങ്ങ് നട്ടു കൊടുത്തത്. അപ്പോൾ ഈ ചകിരിനാരുകൾ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ചകിരിനാരിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് തളിർത്ത് വരാനും ഇതിന് സാധിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കറിവേപ്പില നട്ട് കഴിഞ്ഞത്. പിന്നെ കുറേ നമ്മുടെ മീനൊക്കെ അതുപോലെ മീനൊക്കെ വാങ്ങിയിട്ട്, അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കറിവേപ്പില. ഒരു തോട്ടം തന്നെയായിട്ട് കറിവേപ്പില ചില വീടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വളർത്തുന്നത് കൊണ്ടാണ്. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓരോ മണ്ണിൻ്റെ ഘടനയുണ്ട്, ആ ഘടനയിലും വളരും. എന്നാൽ മണ്ണിൻ്റെ ഘടന നോക്കാതെ തന്നെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഒരു കറിവേപ്പില പൂന്തോട്ടമാക്കി നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും.
ഒന്നും ഇട്ട് കൊടുക്കാതെ എന്നല്ല, നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താലും കറിവേപ്പില നന്നായിട്ട് തഴച്ച് വളരുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ലഭ്യമാകുന്ന പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും വെള്ളവും അതുപോലെ നമ്മൾ മീനൊക്കെ കഴുകുന്ന വെള്ളവും ഒക്കെ ഇതിന് വളരെ സഹായകരമാണ്. വരണ്ട കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കറിവേപ്പിലയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കറിവേപ്പിലയുടെ വേരിൻ്റെ ചുറ്റുമായിട്ട് ധാരാളം ഇലകൾ കൊണ്ടിട്ട് മൂടിക്കഴിഞ്ഞാൽ അതിന് നല്ല തണുപ്പ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 നേരം വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഒരിക്കലും ഇതുപോലെ പറിച്ചെടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ ഓരോ ഇലകളായിട്ട് അടർത്തിയെടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു ശിഖരം വരാനുള്ള ഇതിൻ്റെ ആ ഒരു സ്പേസ് അങ്ങ് കുറഞ്ഞു പോവും. അതിനോടൊപ്പം തന്നെ ഇതങ്ങ് വളർച്ച മുരടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഓരോ തണ്ടുകളായിട്ട് വേണം ഒടിച്ചൊടിച്ച് എടുത്തിട്ട് അടുക്കള ആവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ. ഇത് ഒരാഴ്ച 1 മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നല്ല കവറിലോ അല്ലെങ്കിൽ നല്ല ഒരു കുപ്പിയിലോ ഭരണിയിലൊക്കെ അടച്ച് വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കറിവേപ്പില നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ നാടൻ കറിവേപ്പില എന്ന് പറയുമ്പോഴൊരു പ്രത്യേക സുഗന്ധമാണ്. നമുക്ക് പുറത്തു നിന്നും വാങ്ങാൻ കിട്ടുന്നതിനേക്കാൾ കറികളിലായാലും നല്ല സുഗന്ധമാണ് ഈ ഒരു നാടൻ കറിവേപ്പില. ഇതിന് പ്രത്യേക ഗുണങ്ങളും ഏറെയാണ്. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കറിവേപ്പിലേക്ക് കൂടുതലും വളങ്ങൾ നൽകിയിട്ടാണ് അത്രയ്ക്കുള്ള ഒരു വലിപ്പത്തിലുള്ള ഇലകൾ ലഭ്യമാവുന്നത്. നാടൻ കറിവേപ്പില കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഇലകൾ ഒരു മീഡിയം വലിപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.